നമ്മൾ ആദ്യ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇടത് കോട്ടകൾ പിളർന്ന് UDF 102 സീറ്റുമായി അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയതോടെ ചില്ലറ പരിഹാസമൊന്നുമല്ല ഐക്യജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ വിമർശനങ്ങളും പരിഹാസവുമായി ഇടത് സൈബർ ഹാൻഡിലുകൾ നിറഞ്ഞാടുന്നത് കണ്ടു. അത്രമേൽ വലിയ പ്രശ്നമില്ലെങ്കിലും ഇടതുമുന്നണിയും ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രതിപക്ഷ ഉപനേതൃപദവി പിണറായി വിജയന്റെ തൊട്ടിപ്പുറത്തെ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന വാശിയിലാണ് CPI നേതൃത്വം. CPIയുടെ ആവശ്യം യാഥാർത്ഥ്യബോധ്യം ഇല്ലാത്തതാണെന്നും അതുകൊണ്ട് അംഗീകരിക്കേണ്ട എന്നുമാണ് CPMന്റെ നിലപാട്. ഇത് മനസ്സിലായതോടെയാണ് ബിനോയ് വിശ്വം MV ഗോവിന്ദന് ഒരു കത്തയച്ചത്. തങ്ങൾക്ക് ആ പദവി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനാണ് ഉപനേതാവ് പദവി വഹിച്ചിരുന്നത്. എന്നാൽ ആ കീഴ്വഴക്കം ഇത്തവണ വേണ്ടതില്ലെന്ന വാശിയിലാണ് CPI. കിട്ടിയേ പറ്റൂ എന്ന് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ CPIയും തരില്ലെന്ന് CPMും പറഞ്ഞു കഴിഞ്ഞു. വല്യേട്ടന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങുമോ CPI? അതോ വല്യേട്ടൻ ഇത്തവണത്തേക്ക് തോറ്റുകൊടുക്കുമോ? നമുക്ക് നോക്കാം. സാജു, എങ്ങനെയാണ് ഈ CPIയുടെ ഈ ആവശ്യത്തെ ഇനിയിപ്പോൾ CPM പരിഗണിക്കാൻ പോകുന്നത്? ഏറ്റവും ഒടുവിൽ വഴങ്ങേണ്ടി വരുമോ CPMന്? ഇതിനകത്ത് ഇതൊരു കസേര കളിയാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായ പദവിയൊന്നുമല്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അവിടെ എന്തെങ്കിലും കാറോ പത്രാസോ ഒന്നും കിട്ടാനുമില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം CPI അവർക്ക് മുന്നോട്ട് വെക്കാൻ ഒരു നേതാവുണ്ട് ഈ വിഷയത്തിൽ സഭയിൽ എന്നുള്ളതാണ്. കരുത്തനായ മുൻ റവന്യൂ മന്ത്രിയായിരുന്ന K രാജന് വേണ്ടിയാണ് CPI ഈ കടുംപിടുത്തം പിടിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലാണ് രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി CPIക്ക് കൊടുത്താൽ അവിടെ CPI വരും, CPIയുടെ രാജൻ വരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മറ്റ് LDFലെ തന്നെ ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ ആ ഘടകകക്ഷികളുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് BJPയും കഴിഞ്ഞ് പിന്നെ CPMന്റെ വരും. അതായത് ഏതാണ്ട് പിണറായി വിജയന്റെ പുറകിലത്തെ സീറ്റിലേക്ക് KN ബാലഗോപാൽ പോകും. അത് CPM ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയനോടൊപ്പം തന്നെ ഈ സഭയിൽ മുന്നോട്ട് വെച്ച് ഈ സഭയിൽ പ്രതിപക്ഷത്തെ നയിക്കാനായി CPM ആഗ്രഹിക്കുന്നവരിൽ ഒരാൾ KN ബാലഗോപാൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഇപ്പം നിയമസഭാ സമ്മേളനം തുടങ്ങി, പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്, ആ ഫ്ലോർ മാനേജ്മെൻറ്റ് എന്ന രീതിയുണ്ട്. അത് തീരുമാനിക്കപ്പെടുന്നത് രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഒരു ഹാള് പോലെ ഉണ്ട്. ആ ഹാളിൽ പ്രതിപക്ഷത്തെ MLAമാരെല്ലാം കൂടി ഇരിക്കും, നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ വെച്ചാണ് ഇന്ന് എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഈ സഭാ സമ്മേളനം തുടങ്ങിയിട്ട് ഇതുവരെയും LDFന്റെ നിയമസഭാ കക്ഷി യോഗം ഇതിൻ്റെ പേരിൽ ചേർന്നിട്ടില്ല. ഈ തർക്കത്തിൻ്റെ പേരിൽ ഫോണിലൊക്കെയാണ് ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ഓരോ ദിവസവും രാവിലെ നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ സഭ കൂടുന്ന ദിവസം അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. കാരണം ഇന്ന് അത് കഴിഞ്ഞ് ആ നിയമസഭാ കക്ഷി യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ MLAമാരെ കണ്ടാൽ നമുക്കറിയാം ഇന്ന് എന്താണ് പ്രതിപക്ഷ ഈ സഭയിൽ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരം കൂടിയാലോചനകൾ പോലും ഇതിൻ്റെ പേരിൽ നടക്കുന്നില്ല എന്നുള്ള. ഇന്ന് ബിനോയ് വിശ്വം AKG സെൻറ്ററിലെ ബിനോയ് വിശ്വത്തെ വിളിച്ചു വരുത്തി MV ഗോവിന്ദൻ സംസാരിച്ചിട്ടുണ്ട്. CPMും കോംപ്രമൈസിന് ഈ വിഷയത്തിൽ തയ്യാറല്ല, നടക്കില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ബിനോയ് വിശ്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള. ഇതിനകത്ത് CPIയും ഒരു പെടല് പെട്ടു. കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ CPI പറഞ്ഞു പോയിട്ടുണ്ട് പരസ്യമായിട്ട്. അതുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങാനും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ബിനോയ് വിശ്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന വിഭാഗം ആ നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാൽ, ഇത് വാങ്ങിയെടുക്കേണ്ട ഉത്തരവാദിത്വം ബിനോയ് വിശ്വത്തിൻ്റെതാക്കി മാറ്റിയിട്ട് അദ്ദേഹത്തിന് മേൽ വലിയ സമ്മർദ്ദവും ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPIയും കടുംപിടുത്തത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വിഷയം കൊണ്ടുപോകാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് മുന്നണി എന്ന നിലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ CPIക്ക് അതിന് അർഹതപ്പെട്ടതുണ്ടോ എന്നതൊക്കെ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ CPI എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആകെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയും
MV ഗോവിന്ദൻ്റെയും തലയിൽ അവരങ്ങ് വെച്ചിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് സീറ്റുകൾ എത്ര നഷ്ടപ്പെട്ടു, അവിടെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ എന്നതിലൊക്കെ ഒരു ഇടതു പാർട്ടി എന്ന നിലയിലുള്ള സ്വയം വിമർശനം പോലും CPI നടത്തുന്നില്ല. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെ ഏകാധിപത്യ പ്രവണതയായിരുന്നു എന്ന് പറഞ്ഞു വെക്കുക എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് അവർ ഇത്തരം പിടിവാശി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവ് കൂടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളാണ് ഈ രണ്ടാമത്തെ പാർട്ടി എന്ന് ഇങ്ങനെ ആവർത്തിച്ച് സ്ഥാപിക്കാൻ, അതുകൊണ്ട് തങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് പദവിക്ക് അർഹതയുണ്ട് എന്ന ഒരു വാശി പിടിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. CPM ഏതായാലും ഇതിൽ വഴങ്ങും എന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ് അതിനകത്തുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ മുന്നിൽ നിർത്തുമ്പോഴും അവർ നേരത്തെ VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിയപ്പോഴും അവിടെ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ ഫ്ലോർ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഫ്ലോർ മാനേജ്മെന്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട കക്ഷി നടത്തുന്ന ഒരു രീതിയാണ് ഉള്ളത്. അവിടെ അവർക്ക് KN ബാലഗോപാലിനെ കൊണ്ട് അത് നടത്തിക്കണം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം KN ബാലഗോപാലിനെ എന്ന ഒരു തന്ത്രം കൂടി CPM-ന് ഉണ്ട്. അതുകൊണ്ടാണ് കൂടിയാണ് ഇത് CPI-ക്ക് വിട്ടുകൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോയി പണി നോക്കാൻ ഏറ്റവും അവസാനം മിക്കവാറും CPM കുറച്ച് കടുപ്പിച്ചു പറയാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശരി അജിംസ്, അപ്പോൾ വെറുതെ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പിടിവാശി പിടിക്കുകയാണോ CPI? അനാവശ്യ വിവാദം എന്നല്ല, CPI-യുടെ ഒരു ജനിതകമായ സ്വഭാവം തന്നെ ഇതാണ്. ഇത് CPI-ക്ക് ആ മുന്നണിയിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവണമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അവർക്ക് CPM-നെ പ്രശ്നത്തിലാക്കണം, CPM-നെ വിമർശിക്കണം. CPM കുഴപ്പക്കാരാണ്, ഞങ്ങളാണ് കുറെ കൂടി 916 കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ബോധ്യപ്പെടുത്തണം. അതിന് ഈ CPM-ലെ പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് അവരെപ്പോഴും എന്ത് ചെയ്യും, VS-ന്റെ ലൈനിനൊപ്പം നിൽക്കും. അപ്പോൾ എന്താണ്, ഞങ്ങൾ കുറച്ചുകൂടി നല്ല കമ്മ്യൂണിസ്റ്റുകളാണ്, ഇവരൊക്കെ വലതു വ്യതിയാനം വന്ന കമ്മ്യൂണിസ്റ്റുകളാണ്, പിണറായിയുടെ പക്ഷമൊക്കെ എന്ന ഒരു തോന്നലുണ്ടാക്കുമായിരുന്നു. VS അച്യുതാനന്ദ സർക്കാരിൻ്റെ കാലത്ത് കാനം രാജേന്ദ്രനൊക്കെ ആയിരുന്നു അതിൻ്റെ മുന്നണി പോരാളി, അദ്ദേഹം മരിച്ചുപോയി. തിരുത്തൽ ശക്തികളാണെന്ന് പ്രഖ്യാപിക്കും. പിന്നെ CPI-ക്കുള്ളൊരു അനാവശ്യമായി സമൂഹത്തിൽ കിട്ടുന്നൊരു പ്രിവിലേജ് അവർ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഓഡിറ്റ് ചെയ്യപ്പെടില്ല. ഇപ്പോൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും ആഭ്യന്തര വകുപ്പ് കുഴപ്പമാണ്, പിണറായി കുഴപ്പമാണ്, ഇതൊക്കെ പറയും. CPI ഭരിച്ച വകുപ്പുകളെ പറ്റി എന്തെങ്കിലും പറയാറുണ്ട്? ഒന്നും മിണ്ടില്ല. കാരണം അവർ ഈ മലവെള്ളപ്പാച്ചിലിൽ അവരങ്ങ് തടി കഴിച്ചിലാക്കാണ് ചെയ്യുന്നത്. CPI അങ്ങനെ അത്ര ഫസ്റ്റ് പുള്ളികളൊന്നുമല്ല. ഒരു പാർട്ടി എന്ന നിലയിലും അവർ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് അവരാണ് കൈകാര്യം ചെയ്യാറുള്ളത്. റവന്യൂ വകുപ്പിൽ നടന്നിട്ടുള്ള അട്ടിമറികൾ, നിഷാദിൻ്റെ നാട്ടിൽ ഒരു പൊന്തൻപുഴ വനം കേസുണ്ട്, സർക്കാർ നടത്തിയ കേസാണ്. ആ കേസ് തോറ്റുകൊടുത്തു എന്നാണ് ആക്ഷേപം. അന്ന് കാനഡായതിൻ്റെ നിലവിൽ വരുന്ന ആക്ഷേപമാണ്. അതിൻ്റെ പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുള്ള ആക്ഷേപം, ആരോപണമുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങി വലിയ തോതിൽ അട്ടിമറികൾ. മൂന്നാറിലും സൂര്യനെല്ലിയിലും അട്ടപ്പാടിയിലും ഒക്കെ പോയിട്ട്, മൂന്നാർ, നെല്ലിയാമ്പതി, അട്ടപ്പാടി ഇവിടെയൊക്കെ പോയിട്ട് CPI എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് സമൂഹത്തിലുള്ളൊരു ഇമേജ് എല്ലാം അവിടെ കിട്ടുക. കാരണം അവിടെ അവരാണ് ആധിപത്യം CPM-നേക്കാൾ. അവർ കളിക്കുന്ന കളികൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ പ്രശ്നത്തിൽ, ഈ ഉപനേതൃ പദവി പ്രശ്നത്തിൽ അവർ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ശരിയാണ്, LDF-ന് കനത്ത തിരിച്ചടി, നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കനത്ത തിരിച്ചടി LDF-ന് ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അപ്പോൾ CPM ദുർബലമാണ്, അതുപോലെ CPI ദുർബലമാണ്. അപ്പോൾ ഈ തോൽവിക്ക് കാരണം CPM മാത്രമാണോ, പിണറായി വിജയൻ മാത്രമാണോ? ഇപ്പോൾ സാജു ചോദിച്ചല്ലോ, CPI-യുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഒന്നാലോചിക്കുക, തൃശ്ശൂർ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മണ്ഡലത്തിൽ, ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നൊരു സാഹിത്യകാരനെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. എന്തിനു വേണ്ടി? എന്ത് ചെയ്യാനാണ്? CPI-ക്ക് സാധ്യതയുള്ളൊരു സീറ്റാണത്. അവിടെ ഭാഗ്യത്തിന് കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് ശരിയാണ്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി CPI-യുടെ VS സുനിൽകുമാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന സമയത്താണ് അതിൻ്റെ എപ്പിസെൻ്റർ ആയിട്ടുള്ള തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അല്ലാത്ത ആലങ്കോട് ലീലാകൃഷ്ണൻ നിർത്തുന്നത്. എന്തിനു വേണ്ടിയെന്ന് ആരെങ്കിലും ചോദിച്ചോ? അവർ ഓഡിറ്റ് ചെയ്യപ്പെട്ടോ? ഇല്ല. ഇനി ഉപനേതൃ പദവി സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ KN ബാലഗോപാലാണ് സെക്കൻഡ്. KN ബാലഗോപാലിനെ മുന്നിൽ നിർത്തി വേണം പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. അതിൻ്റെ ഒരു കാരണം, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് ധനവകുപ്പാണ്. ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വകുപ്പ് ധനവകുപ്പായിരിക്കും. അവിടെ പിണറായി വിജയൻ മാത്രം പോരാ. അവിടെ മുൻ ധനമന്ത്രിയായ KN ബാലഗോപാൽ പ്രതിപക്ഷ നിലയിൽ രണ്ടാമനായി തന്നെ വേണം. ആ വകുപ്പ് ഓഡിറ്റ് ചെയ്യപ്പെടണം. അതായിരിക്കും ആദ്യം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വകുപ്പ്. ഞാൻ പറയട്ടെ, ധവളപത്രം പുറത്തു വരുന്നു, ഇനി ബജറ്റ് വരുന്നു. ഈ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണി ബജറ്റിനെ ഓഡിറ്റ് ചെയ്യലും ഈ ധവളപത്രത്തിൽ മറുപടി പറയലുമാണ്. അത് പിണറായി വിജയൻ ഒറ്റയ്ക്ക് സാധിക്കില്ല, KN ബാലഗോപാൽ വേണം. KN ബാലഗോപാൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടേ നേടാൻ കഴിയും. മറ്റൊന്ന്, പിണറായി വിജയൻ പ്രായമായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പൂർണ്ണമായി അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാനോ സഭയിൽ തന്നെ ദിവസം ഹാജരാവാനോ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ ഈ K. രാജൻ വരിക എന്ന് പറഞ്ഞാൽ
അതിനർത്ഥം പിന്നെ പ്രതിപക്ഷത്തിന്റെ മുഖം കെ രാജനായി മാറുകയാണ്. CPM അവിടെ പിന്നെ ഒരു റോളും ഉണ്ടാവില്ല. അത് ആ മുന്നണിക്ക് നല്ലതല്ല. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM തന്നെ ആ നേതൃസ്ഥാനം നിർത്തുകയാണ് നല്ലത്. CPI ഇപ്പോൾ നടത്തുന്നത് അവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന പോലെ CPM-നെ പ്രതിസന്ധിയിലാക്കുക, ചലഞ്ച് ചെയ്യുക തുടങ്ങിയവരുടെ സാമ്പ്രദായികമായ ടാക്ടിക്സ് ആണ്. അത് വിലപ്പോവില്ല. ഞാൻ പറയുന്നു, ഇവരും CPM എല്ലാം അതിൽ നിന്ന് പിൻവാങ്ങാനാണ് സാധ്യത. യെസ്, അപ്പോൾ പിന്നെ റാവു എന്താണ് ഇങ്ങനെ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് വെറുതെ പിടിവാശി പിടിക്കുന്നത് CPI? അല്ല, CPI അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. ആവശ്യം ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം CPIക്ക് ഉണ്ടല്ലോ. കിട്ടില്ലെന്ന് പറയായിരിക്കും. അത് തീരുമാനം എടുക്കേണ്ട CPIM ആണ്. ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കൊടുത്തേക്കാം എന്ന് വിചാരിക്കുക, അങ്ങനെ ആലോചിക്കുന്നു CPM. ഇപ്പോൾ അത് പറ്റുമോ? കാരണം CPIM-നെ സംബന്ധിച്ച് അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്നു, അവർ ദുർബലപ്പെട്ടിരിക്കുന്നു. വീക്കായി നിൽക്കുമ്പോൾ ചിലത് ചോദിച്ചു വാങ്ങിച്ച് കളയാം എന്നാണെങ്കിൽ CPM-ന് സമ്മതിക്കാൻ പറ്റുമോ? അവർ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരു കാര്യം ചോദിച്ചു, ശരി CPIക്ക് കൊടുത്തേക്കാം. ഇപ്പോൾ CPM കുറച്ച് ദുർബലമാണ്, അപ്പോൾ CPM-ൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വിരട്ടി മേടിക്കാം എന്നാണെങ്കിൽ അതിപ്പോൾ വേണ്ടെന്ന് ആ പാർട്ടി ആലോചിക്കത്തില്ലേ? അവർക്ക് 26 സീറ്റുണ്ട്, നിങ്ങൾക്ക് 8 സീറ്റേ ഉള്ളൂ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും ദുർബലപ്പെട്ടു. അപ്പോൾ ഈ തോറ്റത് CPM ആണ്, തോറ്റത് പിണറായി വിജയനാണ്. അപ്പോൾ പിണറായി വിജയനെ കൊണ്ട് ഇനി നടക്കത്തില്ല, കൂട്ടിയാൽ കൂടത്തില്ല, ഞങ്ങളെ ഇനി പറ്റൂ, ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വീക്കായ സമയത്ത് കുഴിക്കാൻ വരികയാണെന്നുള്ളതായിരിക്കില്ലേ CPM-ന്റെ മനസ്സിലെ ആലോചന? അത് നടക്കില്ലെന്നല്ലേ അവർ പറയുക. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? CPI എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്ന പാർട്ടിയാണ് CPIM. അതിനെവിടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി ഈ സമൂഹ മണ്ഡലത്തിൽ നിലനിർത്തുന്നതിൽ, അതിനെ ഒരു തെരഞ്ഞെടുപ്പ് ശക്തിയാക്കി മാറ്റുന്നതിൽ, അതിനെ MLA-മാരെ ഉണ്ടാക്കുന്നതിലെല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന പാർട്ടി, പങ്കുവഹിക്കുന്ന പാർട്ടിയാണ് CPIM. അപ്പോൾ CPIM-നോട് CPI കോർക്കുന്നതിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അവർക്ക് എല്ലായ്പ്പോഴും മാന്യമായ സീറ്റുകൾ അനുവദിക്കുന്നു, ലോക്സഭയിലും നിയമസഭയിലും അനുവദിക്കുന്നു, പദവികൾ അനുവദിക്കുന്നു. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാണ്? CPM ആണ്. അപ്പോൾ CPIക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് CPIക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്നതാണ് നമ്മൾ ഈ സമീപകാലത്ത് കണ്ട സംഗതികൾ. ഇപ്പോൾ പൊന്നമ്പുഴ വനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പൊന്നമ്പുഴ വനവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായതിനു ശേഷം ഉറക്കെ സംസാരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് CPI കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞാണ്, ഒന്നൊരു കീഴ്വഴക്കമില്ല. രണ്ടാമത്തത് KN ബാലഗോപാലിനെ പോലെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു നേതാവിനെ CPIM-ന് ആവശ്യമുണ്ട്. KN ബാലഗോപാലിൻ്റെ പ്രത്യേക അദ്ദേഹം ഹേറ്റേഴ്സ് ഇല്ലാത്ത ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് അങ്ങനെയല്ലേ, അതൊരു മോശക്കാരനാണെന്നുള്ള അഭിപ്രായം ആർക്കുമില്ല. 5 വർഷക്കാലം ധനമന്ത്രി എന്ന നിലയ്ക്ക് പല വിധത്തിലുള്ള പരിമിതികൾ ഉണ്ടായിട്ട് കൂടി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക മേഖലയെ നന്നായി റൺ ചെയ്ത ആളാണ് അദ്ദേഹം. വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോഴും കൊല്ലത്ത് അദ്ദേഹം വിജയിച്ച ആളാണ് എന്ന് മാത്രവുമല്ല, സാമ്പത്തിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വളരെ പക്വമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, റെയിൽ കൊണ്ടുവരണമെന്നാണ്, സ്പീഡ് റെയിൽ വേണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. നിങ്ങൾ വേണമെങ്കിൽ പിങ്ക് കളറോ പച്ച കളറോ മഞ്ഞ കളറോ ഏതെങ്കിലും കളർ മാറ്റിക്കോ, മഞ്ഞ കളറാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, പക്ഷേ ഇത് വേണം. അപ്പോൾ ആ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അവ ഫയർ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാന കാര്യമാണ്. സോ പിണറായി വിജയനെ അസിസ്റ്റ് ചെയ്യാൻ അദ്ദേഹം അവിടെ ആവശ്യമുണ്ട് എന്നത് തന്നെ. രണ്ടാമത് അങ്ങനെ CPIക്ക് ഉപനേതാവ് സ്ഥാനം കൊടുത്ത പാരമ്പര്യമൊന്നും CPIM-നില്ല, അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുമില്ല. അപ്പോൾ CPM ദുർബലമാണ് എന്നൊരു നാരേറ്റീവ് സൃഷ്ടിക്കുക, എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയി സഹായിച്ചാലേ പറ്റൂ എന്ന് പറയാം. തൃശ്ശൂരിലെ കാര്യം പറഞ്ഞല്ലോ, ചാത്തന്നൂരിൽ എന്തായിരുന്നു സംഭവം? BJP ജയിച്ച ചാത്തന്നൂരിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിവാദം എന്തായിരുന്നു? ഇതിനൊന്നും മറുപടി പറയാതിരിക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും CPM-നെ ആകമാനം ദുർബലപ്പെടുത്തിയ ഒരു സ്ഥലത്ത് പൊസിഷൻ ചെയ്തിട്ട് ഞങ്ങൾ സഹായിച്ചാലേ ഇനി ഇത് മുന്നോട്ട് പോകുന്നുള്ള ഒരു സംഗതി സൃഷ്ടിക്കുകയല്ലേ. സോ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് CPIക്ക് നല്ലത്. അത് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, പിന്നോട്ട് പോകേണ്ടി വരും. ഇന്നിപ്പോൾ ബിനോയ് വിശ്വം പോയി കണ്ടു, നടക്കില്ല എന്നാണ് CPM അറിയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് സംസ്ഥാന കൗൺസിലിനെ അറിയിക്കേണ്ടി വരും. അതിനകത്ത് നേരത്തെ സാജു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത് കിട്ടാൻ പോകുന്നില്ല എന്ന് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി ആരെ സമ്മർദ്ദം ചെലുത്തുകയാണ്? ബിനോയ് വിശ്വത്തെ സമ്മർദ്ദം ചെലുത്തുകയാണ്. ബിനോയ് വിശ്വം സമ്പൂർണ്ണമായും CPIM-ന്റെ ഭരണ നയത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞ ആളാണ്, കോംപ്രമൈസ് മൂഡിലാണ് എന്ന് പറയാം. അദ്ദേഹം എന്നിട്ട് വളരെ കാൽപ്പനികമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു സെക്രട്ടറിയായി മാറിയിരിക്കുന്നു എന്ന അഭിപ്രായം CPIക്കകത്തുണ്ട്. അങ്ങനെ ജനുവിന് വിമർശനമുണ്ട്, അതിനകത്തുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വിമർശനമുണ്ട്. അതിൻ്റെ അടിയാണ് ഒരു വശത്ത്. ആ സമ്മർദ്ദം പരമാവധി ആർക്ക് കൊടുക്കുകയാണ്? ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇദ്ദേഹം ആ സമ്മർദ്ദമായിട്ട് AK സെൻറ്ററിൽ ചെല്ലും, അവർ സമ്മതിക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയ്ക്ക് അനുഭാവത്തോടെ പരിഗണിക്കേണ്ട ഒരു ആവശ്യമാണ് CPI മുന്നോട്ട് വെക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ആ ലെയർ കീപ്പ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ CPIM-നകത്ത് തന്നെ ഉണ്ട്. KN ബാലഗോപാലിനെ പോലെ ഒരാളെ എടുത്ത് ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റിയിട്ട് പകരം ഒരാളെ വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ K രാജനായിരിക്കും ഒരു പക്ഷേ വന്നാൽ ഉപനേതാവ്. രാജൻ മോശക്കാരാണെന്ന് ഞാൻ എവിടെയും പറയില്ല, അദ്ദേഹം നല്ല പെർഫോമർ ആയിരുന്നു, അദ്ദേഹം ഇത്തവണ ജയിച്ചു വന്ന ആളാണ്, വലിയ സ്വീകാര്യതയുള്ള CPI-യിലെ ഒരു നേതാവും ഒക്കെയാണ്. അതൊക്കെ സമ്മതിക്കേണ്ട കാര്യമാണ്. രാജൻ ഒരു ഫൈറ്ററായിട്ട് മുന്നിൽ വരുന്നത് തെറ്റല്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് അവർ അത്രയും കോംപ്രമൈസ് CPIക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കേട്ടോ, CPIക്ക് വേണ്ടി എല്ലായ്പ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. നമ്മൾ ഇത്തരം തർക്കങ്ങളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഇലക്ട്രൽ പൊളിറ്റിക്സ് എടുക്കുമ്പോഴും സീറ്റ് വീതം വെക്കുമ്പോഴും വിജയിപ്പിക്കുമ്പോഴും മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴും ലോക്സഭാ സീറ്റ് കൊടുക്കുമ്പോഴും എല്ലാം രാജ്യസഭാ സീറ്റ് കൊടുക്കുമ്പോഴും എല്ലാം
CPIയെ നിലനിർത്താൻ വേണ്ടി വളരെ വിശാലമായ കോംപ്രമൈസ് എടുക്കുന്ന പാർട്ടിയാണ് CPIM. അതിന് നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് CPIയോടൊന്ന് ദ്രോഹം ചെയ്യുന്നുള്ളതല്ല, മൊത്തത്തിൽ നാം പരിശോധിച്ചാൽ CPIക്ക് ആനുകൂല്യമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർ ഇത്തവണ പിൻവാങ്ങുന്നതാണ് നല്ലത് അവർക്ക്. ശരി ശരി, എന്തായാലും പിൻവാങ്ങുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ ഭരണപക്ഷത്തുള്ളതിനേക്കാൾ പ്രതിപക്ഷത്തുള്ളപ്പോൾ CPIക്ക് വാശി കൂടും. ആ വാശിക്ക് ഇതുവരെ വഴങ്ങാതിരുന്ന CPM പ്രതിപക്ഷത്തുള്ളപ്പോൾ ആ വാശിക്ക് മുന്നിൽ വഴങ്ങുമോ എന്നാണ് അറിയേണ്ടത്. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്. CPMന് KT ജലീൽ മറ്റൊരു അത്ഭുത കുട്ടിയാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ PK കുഞ്ഞാലിക്കുട്ടിയെ 2006 കുറ്റിപ്പുറത്ത് തറ പറ്റിച്ചാണ് KT ജലീൽ CPMന്റെ ഇടത് നെഞ്ചിൽ കയറിയത്. കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാരുടെ വമ്പൻ തോൽവികളിൽ ഒന്നായിരുന്നു അത്. പിന്നീട് ജലീൽ 2011 മുതൽ 2021 വരെ തവനൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു. ഇതിനിടയിൽ ആദ്യ പിണറായി മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി. പക്ഷേ ഇനി മുതൽ KT ജലീൽ ഇടത് സഹയാത്രികനല്ല, കോംറേഡ് എന്ന് ഇടതുമുന്നണി പ്രവർത്തകർ വിളിക്കും. കൂടുതൽ സ്നേഹം തോന്നുന്നവർ സഖാവ് KT ജലീലെ എന്നും വിളിക്കും. KT ജലീൽ CPMൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. KT ജലീലിന്റെ CPM അംഗത്വം കുറച്ച് വൈകിപ്പോയോ? ജയിച്ച സമയങ്ങളിൽ എന്തുകൊണ്ട് അദ്ദേഹം അംഗത്വം എടുത്തില്ല? പാർട്ടി അംഗമായ KT ജലീലിന് CPM അർഹമായ പരിഗണന നൽകുമോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസ, എന്തായിരിക്കാം വൈകിപ്പോയ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് ജലീലെടുത്ത തീരുമാനമല്ല. താൻ സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്ന് ജലീലെടുത്ത തീരുമാനമായിരിക്കില്ല. അത് CPM എടുക്കുന്ന തീരുമാനമാണ്. അത് CPMന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പാർട്ടിക്ക് വേരുകളുണ്ടാക്കാൻ, പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി CPM സ്വീകരിച്ചിട്ടുള്ള പതിറ്റാണ്ടുകളായി സ്വീകരിച്ചു വരുന്ന തന്ത്രമാണ്. സ്വതന്ത്രരെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക, കൂടുതൽ ബഹുജനാടിത്തറ വിപുലപ്പെടുത്തുക എന്നുള്ളത്. അത് ജലീലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് സ്വതന്ത്രന്മാരെ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ മന്ത്രി V അബ്ദുറഹ്മാനും സ്വതന്ത്രനായിരുന്നല്ലോ, അദ്ദേഹം CPM മെമ്പറല്ല. അങ്ങനെ ഒരുപാട് പേർ അങ്ങനെ സ്വതന്ത്രന്മാരെ വെച്ചുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ പരീക്ഷണം CPM അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് CPM മേൽത്തട്ടിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല. മലപ്പുറം ജില്ലയിൽ നിന്ന് സഖാക്കൾ തന്നെ പലപ്പോഴായി സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതിവിടുന്ന കാര്യങ്ങളാണത്. ഈ സ്വതന്ത്രന്മാരെ വെച്ചും പണച്ചാക്കുകളെ വെച്ചും പാർട്ടി വളർത്താമെന്നുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം എന്നുള്ളത് പൊന്നാനി മുതൽ ഒരുപാട് സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പൊന്നാനി ജയിക്കാമായിരുന്നു, പൊന്നാനി താലത്തിൽ വെച്ച് കോൺഗ്രസിന് നൽകിയതാണ് എന്നാണ് അവിടെ നിന്നുള്ള സഖാക്കൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിക്ക് ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. അത് ദോഷം മാത്രം ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗുണം ഉണ്ടാക്കിയെന്ന് പറയാൻ കാരണം ജലീൽ തന്നെ ഒരു ഉദാഹരണമാണ്. ജലീൽ കുറ്റിപ്പുറം പിടിക്കുന്നു, പിന്നീട് തുടർച്ചയായി 3-4 തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നു. അൻവർ ഗണ്യമായ വോട്ടുകൾ നേടുന്നു, അൻവർ ജയിക്കുന്നു നിലമ്പൂരിൽ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മയായി മലപ്പുറത്തെ സഖാക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിക്ക് ബാഹ്യമായ ആളുകളെ കൊണ്ടുവന്ന് സ്വതന്ത്രരായി നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അവിടെ പതിറ്റാണ്ടുകളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ അവഗണിക്കപ്പെടുന്നു. അവരെ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കുന്നേയില്ല. പൊന്നാനിയിലെ ഉദാഹരണമാണ് അവർ പറയുന്നത്. പൊന്നാനിയിൽ സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2021 പ്രകടനം നടന്ന നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ പണച്ചാക്കുകളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക, പെരിന്തൽമണ്ണയിൽ മുസ്തഫയുടെ സ്ഥാനാർത്ഥിത്വം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷണം അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് തോൽവി അത് CPM ഒരു മാറ്റിച്ചിന്തയ്ക്ക് കാരണമാകും. അപ്പോൾ ഇനി സ്വതന്ത്രന്മാരായിരിക്കില്ല ഒരു പക്ഷേ, ജലീൽ ഉൾപ്പെടെയുള്ള പാർട്ടി അംഗങ്ങളായിരിക്കും ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെ ഒരുപക്ഷെ ജലീലിന് കഴിയോടെ മലപ്പുറം ജില്ലയിൽ പാർട്ടിക്ക് തന്നെ നേതൃത്വം കൊടുക്കാൻ ജലീലിന് കഴിയും. ജലീലിന് അത്രയധികം അനുഭവ സമ്പത്തുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടിയുടെ മുന്നണിയിലേക്ക് വരും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം മാത്രമല്ല, പാർട്ടിക്ക് തന്നെ നേതൃത്വം കൊടുക്കാവുന്ന ഒരാളായി ജലീൽ മലപ്പുറത്ത് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി സാജു, അങ്ങനെ ഇനി അങ്ങോട്ടൊരു സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണം CPM നടത്തില്ല എന്ന് പറയാൻ കഴിയുമോ? അതൊക്കെ ഒരു സാഹചര്യത്തിനനുസരിച്ച് CPM ഇനിയും നടത്തിക്കൂടായിയൊന്നുമില്ല. പക്ഷേ ജലീലിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിസ്മയമാണ് എന്ന് ഞാൻ പറയും. കാരണം ജലീലിൻ്റെ ഇപ്പോഴത്തെ ഈ പാർട്ടി മെമ്പർഷിപ്പ് പോലും ഒരു സാങ്കേതികമായ പ്രക്രിയയായി മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. അയാൾ അകത്തേക്ക് കയറുന്നു എന്നുള്ളത്. കാരണം ജലീൽ പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ഘട്ടത്തിൽ 3 തവണ CPM സംസ്ഥാന നേതൃത്വം സംഘടിപ്പിച്ച ജാഥയിൽ അംഗമായിരുന്നു. അതിൽ 2 തവണ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ജാഥ ക്യാപ്റ്റനായിരുന്ന ആ ജാഥയിൽ അംഗമാണ്. അന്ന് അദ്ദേഹം പാർട്ടി അംഗമല്ല. അതുപോലെ തന്നെ പല പ്രസംഗങ്ങളും അദ്ദേഹം എഴുതിയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരാൾ സാങ്കേതികമായി അംഗത്വം എടുക്കുന്നു എന്ന് മാത്രമുള്ളൂ. ജലീൽ യഥാർത്ഥത്തിൽ പാർട്ടിക്ക് അകത്ത് തന്നെയായിരുന്നു. പക്ഷേ അയാൾ അംഗത്വം എടുക്കുന്ന ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒന്ന്, ജലീലിന് ലീഗിൽ നിൽക്കാൻ കഴിയാത്ത സമയത്ത് ഒരു താവളം നൽകിയത്
ആര് CPM ആണ്. അപ്പോൾ CPM-നും അതൊരു ആവശ്യമായിരുന്നു. മലപ്പുറത്തെ പച്ചക്കോട്ടകൾ പിടിക്കാൻ അത്തരം പരീക്ഷണങ്ങൾ ആവശ്യമായിരുന്നു. അതിൽ ജലീൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ആ ജലീൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ആ പാർട്ടിക്ക് തിരിച്ച് തൻ്റെ സ്നേഹവും ഹൃദയവും നൽകുന്നു എന്ന് കരുതുന്നതിലും തെറ്റില്ല. കാരണം CPM എന്ന പാർട്ടി അമ്പേ തോറ്റു നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. ആ ഘട്ടത്തിൽ ഇത്രയൊക്കെ മന്ത്രിസ്ഥാനം അടക്കം നൽകിയ CPM-നോട് എന്തെങ്കിലുമൊക്കെ തിരിച്ച് ജലീൽ ചെയ്തില്ലെങ്കിൽ അതൊരു നീതികേടാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എന്താണ്? മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാകെ CPM-ന് നഷ്ടമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം ഈ വിശ്വാസിക്ക് ഈ പാർട്ടിയിൽ അംഗത്വം എടുക്കാമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു നീതി അയാൾ CPM-നോട് ചെയ്യുകയാണ് ഈ ഘട്ടത്തിൽ. ഇതുവരെ താൻ ഒരിക്കലും CPM അംഗമാവില്ല എന്ന നിലപാടായിരുന്നു ഇതേ KT ജലീൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള CPM-നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ CPM ദുർബലമാവാൻ പാടില്ല എന്ന ഒരു സന്ദേശമാണ് KT ജലീൽ നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം CPM ദുർബലമായാൽ എന്ത് സംഭവിക്കുമെന്ന് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ എവിടെയാണെന്നും അത് എങ്ങോട്ട് പോകുമെന്നും ആർക്ക് ഗുണകരമാകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM മതേതര പക്ഷത്ത് നിൽക്കേണ്ടത്, അവിടെ തുടരേണ്ടതിൻ്റെ ആവശ്യകത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ KT ജലീൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാവാം ഒരു പക്ഷേ ജലീൽ സാഹിബിന് രണ്ടും കൽപ്പിച്ച് പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നുകൂടി ഞാൻ കരുതുകയാണ്. അതിനാൽ നമുക്ക് ജലീൽ സാഹിബിന് ഒരു ലാൽ സലാം പറയാം എന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. ശരി റാവു, അങ്ങനെ ഒരു നീതി കാണിച്ചു KT ജലീൽ എന്നാണെങ്കിൽ ജലീലിനെ എങ്ങനെയൊക്കെ പരിഗണിക്കും ഇനി CPM? അല്ല, CPI-യും ജലീലിനെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ജലീൽ തന്നെയും പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെയാണ് കൊണ്ടു നടന്നതെന്ന്. ജലീലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം ആ പാർട്ടി കൊടുത്തിട്ടുണ്ട്. മന്ത്രിസ്ഥാനം വരെയും കൊടുത്തു. പിണങ്ങി ഇറങ്ങി വന്ന ഒരാൾ, പാർട്ടി മെമ്പറില്ലാത്ത ഒരാൾ. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും നന്നായിട്ട് ആ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിരിച്ചു ആ പാർട്ടിക്ക് വേണ്ടി അതേ പ്രയത്നം ജലീൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കാണുന്നത് ഇപ്പോൾ അജിം സാധ്യം പറഞ്ഞില്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മലബാറിലെ മുസ്ലിംസ് ജനസാമാന്യത്തിനിടയിൽ അവസാന കാലത്തെ ചില നയപരിപാടികളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വിശ്വാസ നഷ്ടം പരിഹരിക്കേണ്ടത് പ്രധാനമാണ് എന്ന് CPIM കാണുന്നുണ്ട്. ഇപ്പോൾ ആ വിശ്വാസനഷ്ടം തിരികെ എടുക്കുന്നതിന് ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, ആ സമുദായത്തിൻ്റെ ഉൾപിരിവുകൾ അറിയാവുന്ന, ആ സമുദായത്തിൻ്റെ അടരുകൾ അറിയാവുന്ന ആളുകൾ, പാർട്ടിക്കാരായ ആളുകൾ വേണം. കേവലമായിട്ടുള്ള സ്വതന്ത്ര പരീക്ഷണങ്ങൾ എന്ന നിലയ്ക്ക് അല്ല, മറിച്ച് കോർ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, ആ സമുദായത്തോട് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ അതിനകത്ത് വേണമെന്നുള്ള ഒരു തീരുമാനവും കൂടി ആ പാർട്ടിയിലുണ്ടാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്തരം ഫേസസ് കൂടുതൽ സജീവമായി വരാനും അവർ കൂടുതൽ ലൗഡായിട്ടുള്ള പൊളിറ്റിക്സ് പറയാനും മതനിരപേക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും CPIM പൊളിറ്റിക്സ് പറയാനുള്ള ചാൻസസ് നിങ്ങളെ കൂടുതലായി കാണണമെന്നുള്ളതാണ്. സോ CPM എടുക്കുന്ന ഒരു സ്റ്റെപ്പാണത്. അത് ജലീലിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കേവലമായ തീരുമാനമെന്നതിനപ്പുറത്തേക്ക് CPIM തന്നെയും അവരുടെ ഒരു മലബാർ പൊളിറ്റിക്സിൽ എടുക്കുന്ന ഒരു ഡിഫറൻറ്റ് സ്റ്റെപ്പായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാനന്തര നടപടിയായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. ജലീൽ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ടല്ലോ, അതായത് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത് വിശ്വാസികളായ ആളുകൾക്ക് CPIM-ൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കുപ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനവും കൂടിയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്നല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. CPM-നകത്ത് പ്രവർത്തിക്കുന്ന മുസ്ലിം പേരുള്ള മുസ്ലിം വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളെ സഖാക്കൾ എന്ന് വിളിക്കാതെ മാപ്ലാവുകൾ എന്ന് അധിക്ഷേപിച്ച് വിളിക്കുന്ന ഒരു പരിപാടി ഇവിടെയുണ്ട്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം. അങ്ങേ അറ്റത്തെ വംശീയമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ടുള്ള പദപ്രയോഗങ്ങളിലൊന്നാണത്. ഒരാൾ അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള ചേരിയെ സ്വയം അയാളുടെ ചോയ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളെ ഞാൻ സഖാവായി അംഗീകരിക്കില്ല, മാപ്ലാവ എന്ന് വിളിക്കും. അതൊരു കുഴപ്പം പിടിച്ച അങ്ങേയറ്റം വെറിയൊരു നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രയോഗമാണത്. അതെന്ന് വെച്ചാൽ ഒരു മുസ്ലിമിനെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ പാടില്ല. ഇതാരാ തീരുമാനിക്കുന്നത്? അങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമിൻ്റെ രാഷ്ട്രീയം അയാൾക്ക് തീരുമാനിക്കാമല്ലോ. അയാൾക്ക് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ ഇടതുപക്ഷ മതനിരപേക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇതേ സ്വത്വവാദികളായ ആളുകൾ തന്നെയാണ് ഈ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. സ്വത്വവാദം ഏറ്റവും കൂടുതൽ പറയുന്ന ആൾക്കാർ തന്നെ അപ്പുറത്ത് പോയിട്ട് മാപ്ലാവുകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ സ്വത്വത്തെ ഇപ്പുറത്ത് നിന്ന് ആക്ഷേപിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റില്ല സഖാവാകാൻ, നിങ്ങൾ മാപ്ലാവായിട്ട് നിങ്ങളെ ഞങ്ങൾ രേഖപ്പെടുത്തു എന്ന് പറയുന്ന കുഴപ്പമുണ്ടല്ലോ. ആ കുഴപ്പത്തെ കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ജലീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ ആ തീരുമാനത്തിന് ആ നിലയ്ക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും മൈനോറിറ്റിക്ക് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയല്ലെന്നല്ല, വിശ്വസിക്കാൻ ഏറ്റവും കഴിയുന്ന പാർട്ടികളിലൊന്നാണ് CPIM. അതിൻ്റെ നയപരമായിട്ടുള്ള പരിപാടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഈ കാലം മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എടുത്തിട്ടുള്ള നയപരിപാടികൾ, അതിൻ്റെ
ലിഖിത രേഖകൾ എടുത്താൽ. പക്ഷേ ഫൈനലി അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ചില വഴിവിട്ട കളികൾ കളിക്കാനുള്ള അബദ്ധ തീരുമാനം അവരെടുത്തു. അത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ആ അബദ്ധ തീരുമാനമാണ് അവരെ കംപ്ലീറ്റ് ആയിട്ട് വലിയ വീഴ്ചയിലേക്ക് കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ തോറ്റുപോയേക്കാം, കാരണം 10 വർഷത്തെ ഒരു ഭരണം തോൽവിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഒരു വലിയ ആഘാതം ഉണ്ടാക്കുന്നതിൽ ആ തെറ്റായ വഴികൾ അവർക്ക് ഘടകമായിട്ടുണ്ട്. ആ വഴികളിൽ നിന്നുള്ള തിരിച്ചു നടത്തിനുള്ള സ്റ്റെപ്സ് അവരെടുത്തു തുടങ്ങുന്നതാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, CPIM ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നു. രണ്ടാമത്തത്, ജലീൽ പറഞ്ഞ ഈ പോയിന്റ് എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റാണ്. നിങ്ങൾ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ചേരി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന ആളായതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ വിളിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർ കൂടിയുള്ള മറുപടിയായിട്ട് അത് മാറട്ടെ. കൂടുതൽ പക്വമതിയായ ശരിയായ രാഷ്ട്രീയം പറയുന്ന ഇന്ത്യയിൽ ഇടതുപക്ഷം എന്ന് പറയുന്നതിനെ കൊണ്ട് എന്താണ് ആളുകൾ ആഗ്രഹിക്കുന്നത്, ആ വഴിയിലൂടെ ഇടതുപക്ഷത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായിട്ടും കൂടുതൽ പക്വമതിയായ ആളായിട്ടും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന ആളായിട്ടും തുടരാൻ ജലീലിന്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ, ഉയരാൻ ജലീലിന് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ശരി. എന്തായാലും മലബാറിൽ പാർട്ടിയുടെ മുഖമായ നിരവധി CPM നേതാക്കളുണ്ട്. അതിൽ പാലോളി മുഹമ്മദ് കുട്ടിയോട് പിണറായി വിജയന്റെ സ്നേഹമൊക്കെ നമ്മൾ പല വേദികളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. സമാനമാണ് KT ജലീലിന്റെയും കാര്യത്തിലുള്ള അവസ്ഥ. വലിയ തോൽവി നേരിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPMൽ അംഗത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു KT ജലീൽ. തന്റെ കൂറ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി KT ജലീലിനെ എത്ര കണ്ട് സ്നേഹിക്കും CPM, എങ്ങനെയൊക്കെ ഉൾക്കൊള്ളുമെന്നതാണ് അറിയുന്നത്. മലയാള സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ കോപ്പിയുടെ ആരോപണങ്ങൾ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളവരാണ്. സിനിമാ രംഗത്ത് അത് കൂടുതലാണെങ്കിൽ സാഹിത്യ രംഗത്ത് അത് എണ്ണത്തിൽ കുറവായിരുന്നു. ഇപ്പോൾ മലയാള സാഹിത്യ രംഗത്ത് പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുന്നു. മലയാളികൾ ഏറെ വായിച്ച KR മീര എന്ന എഴുത്തുകാരിയുടെ കലാച്ചി എന്ന നോവലാണ് വിവാദത്തിന് കാരണം. സിൻ എന്ന തന്റെ നോവലിന്റെ കോപ്പിയടിയാണ് കലാച്ചി എന്ന ആരോപണവുമായി ഹരിദാസ് സാവിത്രി എന്ന എഴുത്തുകാരി രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തു. 2020 മുതൽ ഖണ്ഡശയായി കലാച്ചി പ്രസിദ്ധീകരിച്ചു എന്നാണ് KR മീര പറയുന്നത്. 2022 ഹരിദാസ് സാവിത്രിയുടെ സിന്ന് പുറത്തുവരുന്നത്. എന്നാൽ ഹരിദാസ് സാവിത്രി തന്റെ കലാച്ചി വായിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുവെന്ന് KR മീര പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ നോവലിനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായും പുൽക്കുടിയുമായും ഒക്കെ ഉപമിച്ചതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് ഹരിതയുടെ പ്രതികരണം. എന്തായാലും വിവാദങ്ങൾ കൊളുത്തിരിക്കുകയാണ്. ആരെയാണ് കോപ്പിയടിച്ചത്? KR മീര പറയുന്നതാണോ ഹരിദാസ് സാവിത്രി പറയുന്നതാണോ ശരിയെന്ന് നോക്കാം. അജിൻസ, യഥാർത്ഥത്തിൽ എന്താണ് ഈ വിവാദം? അല്ല, ദിവ്യ ഫാസ്റ്റ് പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ വിവാദം തുടക്കം കുറിക്കുന്ന 2 എഴുത്തുകാരും അല്ല, ഇവരല്ല അതേക്കുറിച്ച് പറയുന്നത്. പകരം കുറച്ച് നിരൂപകരെന്ന് അവകാശപ്പെടുന്ന കുറെ ഫേസ്ബുക്ക് പോരാളികളാണ്. അതായത് ഹരിദാസ് സാവിത്രി ആകെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, കലാച്ചി എന്ന് പറയുന്ന KR മീരയുടെ നോവൽ അവർ വായിക്കുന്നു. അവർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിലേക്ക് ഇട്ടിരുന്നു. KR മീരയെ ടാഗ് ചെയ്ത് എന്തൊക്കെയോ പറയും, ഞാൻ വായിച്ചു കേട്ടെ എന്ന് പറയുന്നു. പക്ഷെ അവർ വായിച്ചതിന് ശേഷം ആ നോവലിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ല. അല്ല, ഒന്നും പറഞ്ഞു. അതിനുശേഷം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞത് പ്രകാരം വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രമേയത്തിൽ സാമ്യം തോന്നിയിരുന്നു, പ്ലോട്ടിൽ സാമ്യം തോന്നിയിരുന്നു. പക്ഷെ അത് അവർ എവിടെയും ഉന്നയിക്കുകയോ ആരോടും പറയുകയോ ചെയ്തില്ല. പക്ഷേ വായനക്കാരിൽ പലരും അത് ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വിഷമം തീർക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഈ പുസ്തകത്തെയോ എഴുത്തുകാരെയോ സൂചിപ്പിക്കാതെ ഒരു പോസ്റ്റ് ഇട്ടു, എങ്ങും തോന്നാതെ പോസ്റ്റ്. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന ആളുകൾ കമൻറ്റ് ചെയ്യുന്നു. പിന്നെ ആ കമൻറ്റ് ചെയ്യുന്നതിനെ തുടർന്ന് വേറെ പലരും ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇടുന്നു. അങ്ങനെയാണ് ഈ വിവാദം കൊഴുക്കുന്നത്. അതല്ലാതെ അവരായിട്ട് മീരയോ ഹരിദാസ് സാവിത്രിയോ ആയിട്ട് തുടങ്ങി വെച്ചൊരു വിവാദം അല്ല അത്. ഇതിലൊരു പ്രശ്നം KR മീരയെ കുറിച്ചാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഇപ്പോൾ മീര പറയുന്നത് ഞാൻ 2020 ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയതാണ്. ട്രൂത്ത് കോപ്പി തിങ് എന്ന് പറയുന്നൊരു വെബ് മാഗസിനിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതിൻ്റെ 6 അധ്യായം മാത്രമേ പ്രസിദ്ധീകരിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ 6 അധ്യായത്തിലല്ല പ്രശ്നം. 6 അധ്യായം കഴിയുമ്പോൾ പിന്നീടുള്ള ഭാഗങ്ങളിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്ലോട്ട് അതിൽ കടന്നു വരുന്നത്. ഇപ്പോൾ KR മീരയെ പറ്റി ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നതും കൂടി ശ്രദ്ധേയമാണ്. അവരുടെ വളരെ പ്രസിദ്ധമായ, വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആരാച്ചാർ എന്ന നോവൽ, അത് തൻ്റെ ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയതിന് ശേഷം അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ജോഷി ജോസഫ് എന്ന് പറയുന്ന മലയാളി സംവിധായകൻ, അദ്ദേഹം എ ഡേ ഓഫ് എ ഹാങ്മാൻ എന്ന് പറയുന്ന ഒരു ആരാച്ചേരെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ഒരുപാട് പേർ കണ്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ആ ഡോക്യുമെൻ്ററിക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി ഈ ഡോക്യുമെൻ്ററി ഇവർക്ക് കൈമാറുന്നു. ഇവരത് കണ്ടതിന് ശേഷം തിരക്കഥ എഴുതുന്നു. അതിന് 10 വർഷത്തിന് ശേഷം ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുന്നു. അപ്പോൾ ആ ആരാച്ചാർ എന്ന നോവൽ പുറത്തു വരുമ്പോൾ പോലും ഈ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ ഹാങ്മാൻ്റെ കോപ്പിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് ഒരു പുതിയ ആരോപണം കൂടി KR മീരയ്ക്കെതിരെ ഒരു പുതിയ എഴുത്തുകാരിയുടെ പേരിൽ മറ്റൊരാൾ, ഈ ജോഷി ജോസഫ് തന്നെ അത് ഉന്നയിച്ചിട്ടുണ്ട്. ഈ എഴുത്തുകാരി തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനെക്കുറിച്ച്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവർ എന്തോ ഡിപ്രഷനിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ 1, 2, 3 ആരോപണങ്ങൾ മീരയ്ക്കെതിരെ ഉണ്ട്. ഇതിൽ KR മീര എന്നൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ 2020 എഴുതിയതാണ് എന്ന് പറയുന്നു. പക്ഷേ അവിടെയുള്ള പ്രശ്നം 2020 എഴുതി പ്രസിദ്ധീകരിച്ചത് 6 അധ്യായം മാത്രമാണ്. അപ്പോൾ ഈ പ്ലോട്ടുകൾ തമ്മിൽ സാമ്യം വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. എല്ലാ കഥയ്ക്ക് എഴുതപ്പെടുന്ന ആകപ്പാടെ 10 56 പ്ലോട്ടുകളെ ലോകത്തുള്ളൂ. ആ പ്ലോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചാണ് സിനിമയും സാഹിത്യമൊക്കെ ഉണ്ടാക്കുന്നത്. അതിലാരാണ് ഏറ്റവും വൃത്തിയായിട്ട് എഴുതുന്നുള്ള കാര്യം, അത്രയേ ഉള്ളൂ കാര്യം.
പക്ഷേ പ്ലോട്ടുകളുടെ സാമ്യം എന്ന് പറയുമ്പോൾ ഇതിലെ സാമ്യം പ്രശ്നമാണ്. അതായത് കാമുകനെ തേടി വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഇന്ത്യൻ യുവതി, അതാണ് ഈ രണ്ട് പ്ലോട്ടിൻ്റെയും സാമ്യം എന്ന് പറയുന്നത്. പക്ഷേ അത് എഴുതിയ ആൾക്ക് വിഷമം വരുമ്പോൾ സ്വാഭാവികമാണ്. കാരണം അത് അത്ര യൂണിക്കായിട്ടുള്ളതാണ്. ഹരിദാസ് സാവിത്രിയെ സംബന്ധിച്ച് അവരൊരു സാധാരണ വീട്ടമ്മയാണ്, അവരൊരു എഴുത്തുകാരിയായിരുന്നില്ല. അവർ സ്പെയിനിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മ. ലിംഗ്വിസ്റ്റിക് പഠിക്കാൻ വേണ്ടി ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു. അവിടെ വെച്ച് കുർദ് വംശത്തെ പറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ കുർദുകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പീഡനങ്ങൾ, അധിനിവേശങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അതിൽ മനസ്സു നൊന്ത് അവരുടെ രാഷ്ട്രീയ ബോധം ഉയർന്ന് അവർ കുർദിസ്ഥാനിൽ സന്ദർശനം നടന്നു. അവിടെ കണ്ട കാഴ്ചകളാണ് അവർ നോവലായിട്ട് എഴുതുന്നത്. അവരൊരു നോവലിസ്റ്റേ അല്ല, അവർ നോവൽ എഴുതി തുടങ്ങുന്നത് ഈ കുർദ് യാത്രയുടെ ഫലമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിനോട് കുറേ കൂടി ഇമോഷണലി കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ കൊണ്ടായിരിക്കും അവരത് തുറന്നു പറയാൻ തയ്യാറാവുന്നത്. പക്ഷെ ഇത് ഈ മലയാള സാഹിത്യത്തിൽ കുറവാണ് എന്ന് ദിവ്യ പറഞ്ഞല്ലോ. സാഹിത്യത്തിലാണ് കൂടുതൽ, സിനിമയേക്കാൾ കൂടുതൽ സാഹിത്യത്തിലാണ്. പക്ഷെ അത് പോപ്പുലർ മാധ്യമം സിനിമ ആയതുകൊണ്ടാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരാൾ ഫേസ്ബുക്കിലോ മറ്റോ എഴുതിയിട്ടൊരു യാത്രാ വിവരണം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ഒരക്ഷരം പോലും അതിൽ തെറ്റുപോലും കോപ്പി അടിച്ച് പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നവരുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന സ്ഥലമാണ് സാഹിത്യ ലോകം. പക്ഷേ ഇതിലെന്താണ് സംഭവിച്ചത് നമുക്കിപ്പോഴും വ്യക്തതയില്ല. പ്ലോട്ട് സമാനമാണെന്നല്ലേ ഉള്ളൂ. ജോഷി ജോസഫ് ആരോപിക്കുന്ന ഒരു കാര്യം കുറേ കൂടി ഗൗരവമുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞത് പ്ലോട്ട് സമാനമാകുന്നതിന് പിന്നിൽ അത് യാദൃശ്ചികതയല്ല, അതിന് പിന്നിൽ സംഘം തന്നെയുണ്ട്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ഈ പുതിയ എഴുത്തുകാരെ മൊത്തം ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പി.സി. വിഷ്ണുനാഥിൻ്റെ നിവേദനമായിട്ട് അദ്ദേഹം എന്തോ കുറിപ്പെഴുതി വിട്ടിട്ടുണ്ട് സാംസ്കാരിക മന്ത്രിയോട്. ഇന്ന് മുഖ്യമന്ത്രിക്കും പരാതി ആയിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്, അതില്ലാതാക്കേണ്ടതാണ്. അതിനപ്പുറം ഈ വിവാദത്തിൽ എന്താണെന്നുള്ളത് രണ്ടുപേരും പുറത്തേക്ക് സംസാരിച്ച് തീർക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി സാജു, ഇതിലിപ്പോൾ ഒരു രണ്ട് സാഹിത്യ സൃഷ്ടി തമ്മിൽ ഒരു പ്ലോട്ടുകൾ സാമ്യമാണെന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് കോപ്പിയടിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കഥാതന്തു ഒന്നാവുക എന്നത് വലിയ കുറ്റകൃത്യമായിട്ടൊന്നും കണക്കാക്കേണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ കോപ്പിയടി ആരോപണമൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്നും നമുക്ക് വായനക്കാർക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. പക്ഷേ നേരത്തെ കേരളീയ സാഹിത്യ പരിസരത്ത് നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പുതിയ കഥയോ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകൾ ആദ്യമായിട്ടൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പക്ഷം പിടിച്ചിട്ട് ഇതിനെ മലീമസമാക്കരുത് എന്നാണ് നിരൂപകരോടും ഫാൻ ക്ലബ്ബുകളോടും ഒക്കെ ആദ്യം തന്നെ ഓർക്കേണ്ടത്. പക്ഷേ രണ്ട് എഴുത്തുകാരുടെ ചിന്തകളും ഭാവനകളുമൊക്കെ സാധാരണഗതിയിൽ വ്യത്യസ്തമായിരിക്കും. അതിനാൽ വായനക്കാർക്ക് അത് രണ്ടും രണ്ട് അനുഭവങ്ങൾ തന്നെയാണ് സമ്മാനിക്കേണ്ടത്. പക്ഷേ രണ്ടു പേർക്കെതിരെയും കോപ്പിയടിക്കപ്പുറം ഇപ്പോൾ മാറ്റിയെഴുത്ത് ആരോപണങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ, ചർച്ചകളെല്ലാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന ഒരു കാര്യം, ഷാജിൽ അന്ത്രു എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കുർദിഷ് എഴുത്തുകാരി ആവോ ഹോമയുടെ നോവൽ, അതായത് ഡോട്ടേഴ്സ് ഓഫ് സ്മോക്ക് ആൻഡ് ഫയർ എന്ന് പറയുന്ന നോവലിൻ്റെ മാറ്റിയെഴുത്താണ് ഇത് രണ്ടും എന്നുള്ള വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ഈ കുർദിഷ് നോവൽ ഈ വിവാദത്തിൽ ഇപ്പോൾ ആരും പരാമർശിച്ചൊന്നും കാണുന്നില്ല. 3 നോവലിലും ഏതാണ്ട് ഒരേ പ്രമേയം തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ചില ഘടകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് കഥാപരിസരവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇനി ഇത് എന്തൊക്കെയാണെങ്കിലും എന്നിട്ട് ഇതിൻ്റെ 3ൻ്റെയും പൊതുഘടകങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മുന്നറിയിപ്പ് അവഗണിച്ച് സംഘർഷ മേഖലയിലേക്ക് പോകുന്നവർ, ദുരിതപൂർണമായ ദീർഘയാത്ര, അപരിചിതത്വവും ശത്രുതാപരവുമായ ചുറ്റുപാട്, ഭരണകൂട ആക്രമണം, പീഡനം, പരിസമാപ്തിയില്ലാത്ത മടക്കം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഈ സിനിമ ആണെങ്കിലും കലാച്ചി ആണെങ്കിലും സാമി ആരോപണം പൊട്ടിപ്പുറപ്പെ 2 പുസ്തകങ്ങളും ചർച്ചയായി. വിവാദം വിൽപ്പന കൂട്ടുന്നതിൽ സംശയം ഒന്നുമില്ല. എന്നാൽ ചർച്ച വേണ്ടത് മോഷണം എന്ന ആരോപണത്തിലല്ല, സാഹിത്യത്തിലെ മാറ്റിയെഴുത്ത് എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് തിരിയണമെങ്കിൽ കുറെ കൂടി ഈ രണ്ടുപേരും ആരോപണവിധേയരായ KR മീരയും അതുപോലെ ഹരിദാസ് സാവിത്രിയും ഒക്കെ കുറെ കൂടെ ഓപ്പണായി ഈ വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ്. അത് എത്രത്തോളം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അവിടെയും ഇവിടെയുമൊക്കെ മറച്ചു വെച്ചും അല്ലെങ്കിൽ കുത്തിയുമൊക്കെയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ്. ശരി, അപ്പോൾ റാവു, ഇത് സത്യത്തിൽ ഈ വിവാദം ഈ 2 എഴുത്തുകാർക്കും ഗുണം ചെയ്യുമോ? അവരുടെ ഈ നോവൽ കൂടുതൽ വിറ്റഴിക്കാൻ കാരണമാവോ ഇത്? അതല്ലേ പ്രധാനപ്പെട്ട സംഗതി. നമ്മുടെ മലയാള സാഹിത്യ ലോകം ഒരു പുസ്തകത്തെ ചൊല്ലി, 2 പുസ്തകങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിലുള്ള ഒരു ചർച്ച നടക്കുന്നു. അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള പരിശോധന നടക്കുന്നു. സാജു പറയുന്നു കുർദിഷ് എഴുത്തുകാരുടെ പുസ്തകമാണ് ഇതൊന്നും. രണ്ടുമല്ല, ഇവർ 2 പേരും വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന സാജു ചൂണ്ടിക്കാണിക്കും, ആക്ഷേപം വരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സാഹിത്യ രംഗം കൂടുതൽ എന്താണ് ക്രിയേറ്റീവ് ആവുകയാണ്. അങ്ങനെ കാണണ്ടേ? എന്ന് വെച്ചാൽ നമ്മുടെ ഫെസ്റ്റിവലുകൾ അല്ലേ, ഈ പറയുന്ന
ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അത്തരം സംഗതികളെയൊക്കെ കൂടുതൽ എന്താണ് അതിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കും വിധം ഈ സംഗതി കുറച്ചുകൂടി എന്താണ് പുഷ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം. അപ്പോൾ അത് ആ നിലയ്ക്ക് ഗുണം ചെയ്യും. രണ്ടാമത്തത്, ഈ പുസ്തകം ആരാണ് ശരിക്കും മൗലികമായി എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ഇപ്പോഴും ഇല്ല. രണ്ടുപേരുടെ ഭാഗത്തും രണ്ട് തരത്തിലുള്ള ന്യായം പറഞ്ഞു. കെ ആർ മീര പറയുന്നത് 2020 തന്നെ ഞാൻ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു 6 അധ്യായം. അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പറയുന്നത് ആ 6 അധ്യായത്തിൽ തന്നെ അതിൻ്റെ സ്വഭാവം എന്താണെന്നതിന് സൂചന ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് തന്നെ കലാച്ചി എന്നായിരുന്നു. കലാച്ചി അവിടെയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്തേക്കുള്ള പോകുന്നതിൻ്റെ സൂചനകൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കഥാതന്തു അവിടെ തന്നെ ഫിക്സ് ചെയ്ത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനുശേഷം 2022 ഹരിദാസ് സാവിത്രിയുടെ പുസ്തകം വരുന്നത്, നോവൽ വരുന്നത്. അപ്പോൾ അവർ ആരാണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സംഗതി എന്താണ്? ഈ 2 പുസ്തകവും ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ അതിൽ നിന്ന് വായിക്കുന്ന സംഗതി പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി. 2 കഥാപാത്രങ്ങൾ, 2 പേർക്കും 2 പേരാണ്. പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി എന്നുള്ള സംഗതി ആദ്യം കൊണ്ടുവന്നത് മീരയല്ലേ 2020. അപ്പോൾ 2022 പുസ്തകം എഴുതുമ്പോൾ പ്രിയപ്പെട്ടവനെ തേടി പോകുന്ന യുവതി എന്ന മട്ടിൽ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ നിങ്ങളല്ലേ കോപ്പി അടിച്ചെന്ന് ചോദിക്കുകയാണ് ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ. പക്ഷെ അവർ പറഞ്ഞത് ആദ്യത്തെ 6 ഭാഗങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അവിടെ ഇതിൻ്റെ കോർ ഏരിയയില്ല, നേരത്തെ അജിംസ് സൂചിപ്പിച്ച പോലെ കോർ സംഗതി വരുന്ന 6 അധ്യായം കഴിഞ്ഞിട്ടാണ്. അത് ആദ്യം എഴുതിയതാരാണ്? ഹരിദാസ് സാവിത്രിയാണ് എന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു ഒരു സങ്കീർണത കിടക്കുന്നുണ്ട്. 2 പേരും അവരവരുടെ ഭാഗം വിശദീകരിച്ചു. ഇനി കൂടുതൽ വിശദീകരിക്കാനൊന്നും ഇല്ല. അവരവരുടെ ഭാഗം അവർ പറയുകയാണ് ഞങ്ങളുടെ എഴുതി. ഒരു കാര്യമുണ്ട് കേട്ടോ, പ്ലോട്ടൊക്കെ ഇഷ്ടംപോലെ അജിംസ് പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നാം. അത് ഏറ്റവും നന്നായി ആരെഴുതുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ഉള്ളൂ. ഒരേ മനുഷ്യൻ്റെ ജീവിത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ യാതനകൾ, നരകിക്കലുകൾ ഒക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ അതിനെ ചൊല്ലി നിങ്ങൾ ഉണ്ടാക്കുന്ന സംഗതി ഏറ്റവും മഹത്തരമായും ഏറ്റവും ക്രിയേറ്റീവായും ഏറ്റവും പെർഫെക്റ്റായി ആരുണ്ടാക്കുന്നു, മഹോന്നതമായി ആരുണ്ടാക്കുന്നുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിലതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ പ്രിയദർശൻ എത്രയോ സിനിമകൾ മലയാളം ചെയ്തിട്ടുണ്ട്. മിക്കവാറും സിനിമകൾ അദ്ദേഹം വിദേശ സിനിമകളിൽ നിന്ന് എടുത്താണ്. പക്ഷേ വിദേശ സിനിമ അതുപോലെ പകർത്തി വെച്ചിരിക്കുകയാണോ? പ്രിയദർശൻ്റെ ഒരു ടച്ച് അതിനകത്തുണ്ട്. അല്ല, നമ്മൾ കാണുന്നതും വായിക്കുന്നതും ഒക്കെ നമ്മൾ പിന്നീട് എഴുതുന്നതിനെ സ്വാധീനിക്കാമല്ലോ. അതെ, സ്വാധീനിക്കാം. നമ്മൾ വായിക്കുന്ന വായന നമ്മുടെ വായനയും നമ്മുടെ കാഴ്ചയെല്ലാം സ്വാധീനിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ ആരെങ്കിലും കുറ്റക്കാരാണോ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിൻ്റെ രീതി പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ കെ ആർ മീര ഒരു നീണ്ട ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ട്. അതിൽ അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ തന്നെ ആദ്യ നോവൽ എഴുതിയ ഒരാളുടെ കോപ്പി അടിക്കുന്ന കാര്യം എനിക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊരു ഉപരിബോധമാണ്. അത് പാടില്ലാത്ത ഒന്നാണ്. അവർ കമ്മ്യൂണിസ്റ്റ് കൂടിയാണല്ലോ, ലെഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ആദ്യ നോവൽ എഴുതിയ ഒരാൾ, അവരെ വിമർശിക്കുന്നവരൊക്കെ അവർ വെറും എവിടെ ഇരുന്ന് നോവൽ എഴുതുന്ന മലയാളിയുടെയും ഇന്ത്യയുടെയും യാതനകൾ അറിയാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ്. ഇന്നിപ്പോൾ ഹരിദാസ് സാവിത്രി മീഡിയയോട് സംസാരിക്കുന്ന രാവിലെ ഞാൻ കണ്ടു. അവർ കുറേ നേരം വീഡിയോയിൽ സംസാരിക്കുകയാണ്. അവർ വളരെ ക്വാളിറ്റേറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു ഇഷ്യൂ ഉന്നയിക്കുന്നേ ഇല്ല, ഞാനിത് തുടരാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് ഓവറാക്കുകയാണ്. അപ്പോൾ അത് പി കെ രാജശേഖരനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ എഴുതിയ നോവൽ ഫാസിസത്തിനും വലതുപക്ഷത്തിനും എതിരാണ്. നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന അതാണോ? നിങ്ങൾ എന്തിനാണ് അതിൽ പ്രകോപിതനാവുന്നത്? നിങ്ങളൊക്കെ ലെഫ്റ്റ് ആണെങ്കിൽ ഞാൻ എഴുതിയ ഫാസിസത്തിനും വലതുപക്ഷ ആശയങ്ങൾക്കെതിരായിട്ടുള്ള നോവൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങളെന്തിനാണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ വലിച്ചിളക്കി ആളുകളുടെ പേരും പ്രൊഫൈലും ഒക്കെ പറയുന്നുണ്ട്. ഇത്ര വലുതാക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിച്ച് താല്പര്യക്കാരെ കാണേണ്ട ഒരു കാര്യമാണ്. അത് മോശമാക്കുന്നതിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് താല്പര്യമില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് ഇതിനകത്ത് ബലം പിടിക്കുന്നത്? എന്നിട്ട് അവർ പറയുകയാണ് അവരുടെ നോവലിനെ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കരമായി കുപ്രസിദ്ധമായിട്ടുള്ള ഒരു യുവ നേതാവിനുമായി ബന്ധപ്പെടുത്തി, ഒരു പ്രെഡേറ്ററുമായിട്ട് ഒക്കെ ബന്ധപ്പെടുത്തി അവരെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ശരിയായ ഒരു സമീപനമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പ്രതികരണത്തിൽ കെ ആർ മീര കുറച്ചുകൂടി ഞാനാണ് സീനിയർ എഴുത്തുകാരി, എനിക്കാണ് ഈ പരിപാടിയൊക്കെ അറിയാവുന്ന ഒരു ടോൺ അവരതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ വേദനയും നിരാശയും ഇന്നിപ്പോൾ ഹരിദാസ് സാവിത്രി. അത് മാത്രമല്ല പ്രശ്നം, ഈ പി കെ രാജശേഖരൻ മലയാളത്തിൽ അറിയപ്പെടുന്ന രൂപകനാണ്. അപ്പോൾ അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. എന്തിനാണ് മലയാളികൾ മറ്റ് രാജ്യങ്ങളിലെ കഥകൾ എഴുതുന്നത്? അതായത് ഈ സിൻ പുറത്തിറങ്ങിയ സന്ദർഭത്തിലാണ് ഇതിൻ്റെ വിമർശനം. ഇതേ പി കെ രാജശേഖരൻ ഈ കസാഖ്സ്ഥാനിലെ കഥ പറയുന്ന കലാച്ചിയെക്കുറിച്ച് വളരെ ഉഷാറായിട്ട് പറയുകയും ചെയ്തു. അതിൽ വ്യക്തിവിരോധം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ നിരൂപണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ എം കൃഷ്ണൻ നായരിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പോഴുള്ള നിരൂപണം തന്നെ പ്രശ്നമാണ്. സാഹിത്യകൃതികളുടെ മൂല്യം കുറയുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നിരൂപണത്തിന്റെ മൂല്യം കുറഞ്ഞു. നിരൂപണത്തിനകത്ത് അജണ്ട പ്രവർത്തിക്കുന്നുള്ള പ്രശ്നമാണ്. ആ അജണ്ട പ്രവർത്തിക്കുന്നതിനുള്ള പ്രശ്നമാണ് അവരിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് റൺ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അവരെ വേട്ടയാടാൻ നടത്തുന്ന, അവരെ മൊത്തത്തിൽ കോർണർ ചെയ്യാനും അവരെ ടാർണിഷ് ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങളോടുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത് അവരുടെ ഡിസ്റ്റർബൻസ് എന്തുമാത്രമാണെന്ന് ഇന്നത്തെ പ്രതികരണ പ്രകടമാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനിയിപ്പോൾ അവർക്കത് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പുസ്തകമാണ്, അവർക്ക് ലീഗലി മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പൊതുമത്തിൽ അത് ചർച്ചയാക്കണം, അവരത് ചെയ്യട്ടെ. ബാക്കിയുള്ള ആൾക്കാരെ തിരവിട്ട് അത് വഷളാക്കാതിരിക്കുക എന്നാണ് ഒരു കാര്യം. മറ്റേ സൈഡ് അവിടെ ഉണ്ട്, ഇത് മൊത്തം ഒന്ന് ആക്റ്റീവ് ആയിരിക്കുന്നു. പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച, എഴുത്തുകാർ അവിടെ ഒന്ന് വായിക്കാനൊക്കെ തോന്നും ആളുകൾക്ക്. യെസ്,
അപ്പോൾ അത് ആ നിലക്കുള്ള ഗുണമുണ്ടെന്ന് ഒരു സൈഡിൽ കൂടെ കാണേണ്ടതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായും എന്തായാലും സാഹിത്യരംഗത്ത് എന്തായാലും ഇതുപോലെയുള്ള കൊപ്പിയുടെ ആരോപണങ്ങൾ ഒരു പുതുമയുള്ളതൊന്നുമല്ല. ഈ വിവാദത്തിൽ ഇപ്പോൾ KR മീര ആയാലും ഹരിത സാവിത്രി ആയാലും അവരുടെ വേർഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവാദം എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്.